കെട്ടിപ്പിടിക്കുന്ന സീനിന് 17 റീടേക്ക്. ചൂഷണം ചെയ്യുന്നവരിൽ സൂപ്പർ സ്റ്റാറുകളും. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മോശമായ അനുഭവമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ച ആളിൻ്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടിയുടെ മൊഴി. തലേ ദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് 17 റീടേക്കുകൾ എടുക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ സംവിധായകൻ കഠിനമായി വിമർശിച്ചെന്നും നടി പറയുന്നു. കരാറിലില്ലാത്ത തരത്തിൽ ശരീരപ്രദർശനവും ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നുവെന്നും മറ്റൊരു നടി കമ്മീഷന് മൊഴി നൽകി. തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദര ചന്ദ്രനുമുള്ള ദുരൂഹതകളുടെ ആകാശം വാസ്തവത്തിൽ അങ്ങനെയല്ലെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ല. അതുകൊണ്ടുതന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ഉപ്പുപോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണ്. സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ തുടങ്ങുന്നു. സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നുവരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ല. അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നതെന്നും ഒരു അവസരത്തിനായി ഏതു പുരുഷനോടൊപ്പവും കിടക്ക പങ്കിടുമെന്നുമുള്ള ചിന്തയുമാണ് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർക്ക്. ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യമാണ്. ആരെങ്കിലും പരാതിയോ പരിഭവമോ പറഞ്ഞാൽ ആ നിമിഷം സിനിമാ മേഖലയിൽ നിന്ന് പുറത്ത്. ഒരു നിയമത്തിൻ്റെയും അടിസ്ഥാനമില്ല. ഉന്നതർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറയാനോ എഴുതാനോ കഴിയാത്തത്ര വിധത്തിൽ വേദനിപ്പിക്കുന്നതാണ്. നടിമാരുടെ മുറിയുടെ വാതിലുകളിൽ മുട്ടുന്നത് പതിവാണ്. മലയാള ചലച്ചിത്ര വ്യവസായം പുരുഷന്മാരായ ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അഭിനേതാക്കളുടെയും നിയന്ത്രണത്തിലാണ്. അവർ മലയാളം സിനിമാ വ്യവസായത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തികളെ ഭരിക്കുകയും ചെയ്യുന്നു. പരാതി കൈകാര്യം ചെയ്യാൻ ICCയിൽ പ്രവർത്തിക്കുന്നവരെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ICCയുടെ ഭാഗമായവരിൽ ആരെങ്കിലും അധികാരത്തിലുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കുകയോ അവരെ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കുകയോ ചെയ്യുന്നു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, കഴിവുള്ള നടന്മാരെ ഉൾപ്പെടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കിയത് സംബന്ധിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. താരാധിപത്യം അടക്കി ഭരിക്കുന്നു. ഉന്നത താരങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെയെല്ലാം തുടച്ചു നീക്കും. ചാൻസ് ലഭിക്കാൻ വഴങ്ങിക്കൊടുക്കണം. സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സമീപനം ഇത് മനുഷ്യാവകാശ ലംഘനം, ഭരണഘടനാ വിരുദ്ധമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.